ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ടൊയോട്ട എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇടയ്ക്കിടയ്ക്ക് ഒരു വണ്ടികളുടെ പ്രൈസ് കൂട്ടാറുണ്ടെങ്കിലും ഫീച്ചേഴ്സോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ഓർ ഈവൻ ഫേസ് ലിഫ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കാത്തൊരു കമ്പനിയാണ്. നമ്മളിപ്പോൾ ഹ്യുണ്ടായിക്ക് ഈവൻ ടാറ്റയൊക്കെ എടുക്കുകയാണെങ്കിൽ പോലും മിക്കവാറും 1-2 വർഷത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അവർ കൊടുക്കാറുണ്ട്. നമ്മുടെ ഹൈക്രോസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 2022 ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോഴാണ് ഈ വണ്ടി ലോഞ്ച് ആയത്. ആൻഡ് ഇതുവരെ ഇപ്പോൾ 4 വർഷമായിട്ടുണ്ട് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇതുവരെ ഇവർ വരുത്തിയിട്ടില്ല. ഏതായാലും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമുക്ക് ഈ വണ്ടിയുടെ ഫേസ് ലിഫ്റ്റിൻ്റെ ഒരു ടെസ്റ്റിംഗ് ഇമേജസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനീഷ്യൽ ടെസ്റ്റിംഗ് ഇമേജസിൽ ജസ്റ്റ് റിയർ ഡിസൈനും സൈഡിനെ കുറച്ചും മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഡിസൈൻ എങ്ങനെയായിരിക്കുന്നത്. പക്ഷേ അതിൽ വലിയ ചേഞ്ചസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇംപ്ലൈ ചെയ്ത അധികം വ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ ഏതായാലും ഇപ്പോൾ ഈ വണ്ടിയുടെ ഫ്രണ്ട് ഡിസൈൻ ലീക്കായി വന്നിട്ടുണ്ട്. അത് സംഭവം ക്യാമഫ്ലേജ് ഒക്കെ ഉള്ള ഇമേജസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഇതിൽ നിന്ന് ഈ വണ്ടിയുടെ ഡിസൈനിൽ എത്ര വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്ക് ഡയറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. എക്സ്റ്റീരിയർ അല്ലാതെ ഇൻറ്റീരിയറിലും ഫീച്ചേഴ്സിൻ്റെ കുറച്ച് അപ്ഡേറ്റ് ഒക്കെ എക്സ്പെക്റ്റഡ് ആണ്. എനിവേ ഫ്രണ്ട് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ അടുത്ത് ജൂലൈ 28-നാണ് ടൊയോട്ട ഇന്ത്യയിൽ ലേറ്റസ്റ്റ് ജനറേഷൻ ഹൈലക്സ് ഇറക്കിയത്. അതിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ആക്ച്വലി ഈ വണ്ടി ഫോളോ ചെയ്യുന്നത്. അതായത് ലൈറ്റ്സ് കുറച്ചും കൂടെ സ്ലിം ആൻഡ് സ്ലീക്കാണ്. അതെല്ലാം കണക്ട് ചെയ്യുന്നൊരു ചെറിയൊരു സംഭവം നടുവിൽ വന്നിട്ടുണ്ട്. ഒരു ബ്ലാക്ക് എലമെൻ്റ് ആയിരിക്കാം മിക്കവാറും ഹൈലക്സിലൊക്കെ കാണുന്ന പോലെ. പിന്നെ നമുക്ക് താഴത്ത് ബമ്പറിൻ്റെ ഡിസൈൻ മൊത്തം മാറിയിട്ടുണ്ട്. ഫോഗ് ലാംപ്സിൻ്റെ പ്ലേസ്മെൻറ്റ് മാറിയിട്ടുണ്ട്. എല്ലാം വളരെ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇത്തിരി സ്ലിം ആൻഡ് സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനിലേക്കാണ് പോയിരിക്കുന്നത്. സോ ടൊയോട്ടയുടെ ഇപ്പോഴത്തെ ഇൻ്റർനാഷണൽ ഉള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇത്. അവർ ഹൈലക്സിലൂടെ അതെന്തായാലും ഇന്ത്യയിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇനിയിപ്പോൾ ഈ ഒരു ഡിസൈൻ ലാംഗ്വേജിൽ വരാൻ പോകുന്ന അടുത്ത വണ്ടി ഇതായിരിക്കും. അവർ ഓൾറെഡി പുതിയ ജനറേഷൻ ഫോർച്യൂണറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഹൈലക്സ് കണ്ട പോലെ തന്നെ സെയിം IMV പ്ലാറ്റ്ഫോമിലായിരിക്കും വരുന്നത്. പക്ഷേ അതും ഹൈലക്സിലെ പോലത്തെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലായിരിക്കും വരുന്നത്. ഈ വണ്ടിയും പ്ലാറ്റ്ഫോം മോണോക്കോക്ക് പ്ലാറ്റ്ഫോമാണ്. TNGA പ്ലാറ്റ്ഫോമിനുണ്ടല്ലാണ് ഈ വണ്ടി വരുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ പഴയ ക്രിസ്റ്റയൊക്കെ ആണെങ്കിൽ ലാഡർ ഫ്രെയിം ആയിരുന്നു, ഇത് ലാഡർ ഫ്രെയിം അല്ല. പക്ഷേ ഏതായാലും ഡിസൈൻ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ അവർ ലാഡർ ഫ്രെയിം ആണോ അല്ലയോ ഒന്നും നോക്കിയിട്ടില്ല, അതുപോലെയൊക്കെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതല്ലാതെ സൈഡ് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഈവൻ വീൽസിൻ്റെ ഡിസൈൻ വരെ ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്ക് 18 ഇഞ്ച് വീൽസാണ് ഇതിനകത്ത് വരുന്നത്. ക്രോം വീൽസാണ് ഒരു ടോപ്പ് എൻഡിൽ കൊടുക്കുന്നത്. സോ അതിൻ്റെ ഡിസൈൻ പാറ്റേണൊക്കെ ഇപ്പോൾ ഈ സ്പൈ ഷോട്ട്സിലെല്ലാം സിമിലർ ആയിട്ടുണ്ട്. അതല്ലാതെ എടുക്കുകയാണെങ്കിൽ 360 ക്യാമറ ഒക്കെ ഇതിനകത്ത് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതിൻ്റെ ക്ലാരിറ്റി ക്യാമറ ക്വാളിറ്റിയിലൊക്കെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തും. അതായത് റെസൊല്യൂഷൻ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിലും ടെയിൽ ലാംപ്സിൻ്റെ അകത്ത് ഇൻസേർട്സിൽ കുറച്ച് ഡിഫറൻസ് വേണമെങ്കിൽ പറയാം. പിന്നെ ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് ബമ്പറും ചിലപ്പോൾ ഒന്ന് മാറ്റുമായിരിക്കും. അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഇതിൻ്റെ അകത്ത് അങ്ങനെ നോട്ടീസബിൾ ആയിട്ടില്ല. അതായത് സൈഡും റിയറും ഓൾമോസ്റ്റ് സെയിം ആണ്. നമ്മുടെ ഫ്രണ്ട് ഡിസൈനിലാണ് മെയിനായിട്ട് അവർ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത്. അതേതായാലും കൊള്ളാം. ഇനി ഇതാണിപ്പോൾ എക്സ്റ്റീരിയറിൻ്റെ കാര്യങ്ങൾ. ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിന് മുന്നേ ഒരു സ്പൈ ഷോട്ട് കിട്ടിയായിരുന്നു. അതിനകത്ത് കുറച്ചുകൂടെ വലിയ സൈസുള്ള ഒരു സ്ക്രീനാണ് നമുക്ക് ആകെപ്പാടെ കാണാൻ പറ്റിയത്. വേറെ ചേഞ്ചസ് ഉണ്ടാവായിരിക്കും. അവർ ഫേസ് ലിഫ്റ്റ് ആണെങ്കിലും നമ്മളിപ്പോൾ ഹൈലക്സിൻ്റെ ഒക്കെ ഇൻറ്റീരിയർ രണ്ടാണ് കുറച്ചും കൂടെ മോഡേൺ ആണ്. ഹൈക്രോസിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് ഇവിടെ പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ക്രിസ്റ്റ ഓർ ഈവൻ ഇപ്പോൾ കിട്ടുന്ന ഫോർച്യൂണർ അതൊക്കെ വെച്ച് കമ്പയർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി മച്ച് മോർ മോഡേൺ ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. പക്ഷേ എന്തായാലും ഇപ്പോൾ വരുന്ന 10.1 ഇഞ്ചസിനടുത്ത് സൈസുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അത് മാറി നമുക്ക് ഏകദേശം ഒരു 12 ഇഞ്ച് അല്ലെങ്കിൽ 12.3 ഇഞ്ച് അവരുടെ ഇപ്പോഴത്തെ സൈസിലേക്ക് പോകും എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ക്ലസ്റ്ററിൻ്റെ ഗ്രാഫിക്സിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതായിട്ട് പറയുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ്, അതായത് ഡ്യുവൽ സോൺ AC ആയിക്കോട്ടെ, പാനോറാമിക് സൺറൂഫ് ആയിക്കോട്ടെ, നമ്മുടെ വെന്റിലേറ്റഡ് സീറ്റ്സ്, ബാക്കിൽ ക്യാപ്റ്റൻ സീറ്റ്സ്, അങ്ങനെ സാധനങ്ങളെല്ലാം ഇനിയും കണ്ടിന്യൂ ചെയ്യും. പക്ഷേ അതിന് പുറമെ കുറച്ചും കൂടെ എക്സ്ട്രാ സാധനങ്ങളായിരിക്കും ഇതിനകത്ത് ആഡ് ആവുന്നത്. അതല്ലാതെ മെറ്റീരിയൽ ക്വാളിറ്റിയും പിന്നെ ഓവറോൾ NVH അങ്ങനെ സാധനങ്ങളൊക്കെ മൈനർ ഇമ്പ്രൂവ്മെൻറ്റ്സ് പറയും എന്നാണ് ജസ്റ്റ് റൂമേഴ്സ് വരുന്നത്. നമുക്ക് നോക്കാം. NVHലൊന്നും മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മേ ബി ക്യാബിൻ ക്വാളിറ്റി സാധനങ്ങളിലൊക്കെ ചിലപ്പോൾ മെറ്റീരിയൽസൊക്കെ ഒരു മാറ്റിയേക്കാം. കളർ കോമ്പിനേഷനും മാറ്റാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്, നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ ഒരു ബ്രൗൺ ബ്ലാക്കിൻ്റെ കോമ്പിനേഷനും അതുപോലെ സിൽവർ ആക്സൻസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് റോ സീറ്റ്സ് പിന്നെ ഇതിൻ്റെ ഡെഫിനറ്റ്ലി അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. നമുക്ക് ഓട്ടോമൻ ഫംഗ്ഷനും അതുപോലെ വെന്റിലേഷൻ ഫംഗ്ഷനും അങ്ങനെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സെൻട്രൽ ആംറസ്റ്റും അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. സോ മൊത്തത്തിൽ നല്ലതാണ്. ബാക്കിലാണെങ്കിൽ നമുക്ക് AC അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോൾസും വരുന്നുണ്ട്, ടെമ്പറേച്ചർ. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ചേഞ്ചസ് പറയാൻ പറ്റുന്നത്. ഇനി അതല്ലാതെ എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ സെയിം ആണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന 2 ലിറ്റർ എണ്ണ പെട്രോൾ ഉണ്ട്, CVT ആണ് വരുന്നത്. അത് 173 PS അതുപോലെ 205 Nm അടുത്താണ് ടോർക്ക് വരുന്നത്. അതല്ലാതെ നമുക്ക് 2 ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് ഓപ്ഷൻ ഉണ്ട്. രണ്ടും 4 സിലിണ്ടർ എഞ്ചിൻസ് ആണ്. പക്ഷേ 2 ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് അറ്റ്കിൻസൺ സൈക്കിളിലാണ് റൺ ചെയ്യുന്നത്. അതിൻ്റെ കമ്പൈൻഡ് ഔട്ട്പുട്ട് പവർ വരുന്നത് ഏകദേശം 185 ഹോഴ്സ് പവർ ആണ്. ആൻഡ് ഇത് ECVT ട്രാൻസ്മിഷനിലാണ് വരുന്നത്. സോ ഇതിൻ്റെ പവർ ട്രിം ഓപ്ഷൻസും മെക്കാനിക്കൽ ആസ്പെക്ട്സ്, പ്ലാറ്റ്ഫോം തുടങ്ങിയ കാര്യങ്ങളൊന്നും യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. കാരണം ജസ്റ്റ് ഫേസ് ലിഫ്റ്റ് ആണ്. ഈവൻ പുതിയ ജനറേഷൻ ഹൈലക്സ് എന്ന് പറയുന്നതിൽ പോലും അവർ പ്ലാറ്റ്ഫോം സാധനങ്ങളൊന്നും മാറ്റിയില്ലല്ലോ. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒരു മൈനർ ഫേസ് ലിഫ്റ്റ് ഡെഫിനറ്റ്ലി ഇതിനൊന്നും മാറ്റാനുള്ള യാതൊരു കാര്യമില്ല. പിന്നെ ടിപ്പിക്കൽ ടൊയോട്ട ഫാഷനിൽ അവരിങ്ങനെ കുറച്ചധികം കാലം, ഇത് 3-4 വർഷമൊക്കെ കൂടുമ്പോഴേക്കും, പണ്ടാണെങ്കിൽ ഇന്നോവ അപ്ഡേറ്റ് ചെയ്യാറുള്ളതായിരുന്നു. 2005 നമുക്ക് ആദ്യത്തെ ഇന്നോവ ഇവിടെ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ 3 ടൈപ്പ് വേർഷൻസ് ഇറക്കിയായിരുന്നു. അതിൽ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ഇന്നോവ 2014 ലാസ്റ്റ് ഫേസ് ലിഫ്റ്റ് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ
2016 സമയത്താണ് നമ്മുടെ ക്രിസ്റ്റ വരുന്നത്. ക്രിസ്റ്റയ്ക്കും അവർ ഒരു മൈനർ ഫേസ് ലിഫ്റ്റ് ഇറക്കാറുണ്ട്. ഈ അടുത്ത് വരെ ക്രിസ്റ്റയ്ക്ക് ഒരു ഫേസ് ലിഫ്റ്റ് വന്നു, ജസ്റ്റ് ഒരു മാസമൊന്നും ആയിട്ടില്ല, ജസ്റ്റ് കുറച്ച് മുന്നേ മറ്റേ ഫ്രണ്ടിലത്തെ ക്രോം ഗ്രില്ലൊക്കെ മാറ്റി ഒരിത്തിരി കൂടെ വ്യത്യാസമൊക്കെ വരുത്തിയിട്ട്. ഈവൻ ദോ ക്രിസ്റ്റ അവർ അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങിൽ നിർത്തും, പക്ഷേ എന്നാൽ പോലും അവർ ലാസ്റ്റ് മിനിറ്റിൽ വരെ അതിന് ഫേസ് ലിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. സോ അതൊക്കെയാണ് നമുക്കിപ്പം ഇന്നോവ സീരീസിലുള്ള വണ്ടികളെ പറ്റി പറയാൻ പറ്റുന്നത്. ഇന്നോവ സീരീസ് ഇപ്പം നിലനിന്ന് പോകുന്ന ഈ വണ്ടിയിലൂടെയാണ്. ക്രിസ്റ്റ നിർത്തി കഴിഞ്ഞാൽ ഡീസൽ ഇന്നോവയുടെ പരിപാടി അതോടെ തീരും, പിന്നെ ഹൈക്രോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് 2027 നമ്മുടെ BS7 കൂടെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നന്നായിട്ട് തീരുമാനമാകും. എനിവേ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പുതിയ ഫേസ് ലിഫ്റ്റിനെ പറ്റി പറയാനുള്ളതെന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ആയി ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ സെയിലൊക്കെ നടക്കാണല്ലോ, അപ്പോൾ പിന്നെ ഡെഫിനറ്റ്ലി നോക്കിയേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.